ആഭ്യന്തര ഹജ്ജ് രജിസ്ട്രേഷനിൽ മിന ടവറുകളിലേക്കുള്ള ബുക്കിംഗ് പൂർത്തിയായി. മറ്റു പാക്കേജുകളിലേക്കുള്ള രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ്. സ്വദേശികൾക്ക് പുറമെ സൗദിയിൽ ഇഖാമയുള്ള വിദേശികൾക്കും കുടുംബങ്ങൾക്കും ഹജ്ജിന് അപേക്ഷിക്കാൻ അവസരമുണ്ട്. രണ്ടാം ഘട്ട രജിസ്ട്രേഷൻ ആരംഭിച്ച് 4 ദിവസം പിന്നിടുമ്പോഴാണ് മിന ടവറുകളിലെ ബുക്കിംഗ് പൂർത്തിയായത്. മിനയിലെ 6 റെസിഡൻഷ്യൽ ടവറുകളിൽ താമസ സൗകര്യമൊരുക്കുന്നതാണ് ഈ പാക്കേജ്. മറ്റു പാക്കേജുകളിൽ സീറ്റുകൾ ലഭ്യമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. ബുക്ക് ചെയ്താൽ പണമടയ്ക്കാൻ 72 മണിക്കൂർ സമയമാണ് അനുവദിക്കുന്നത്. എന്നാൽ മെയ് 15 മുതൽ പണമടയ്ക്കാനുള്ള സമയപരിധി 6 മണിക്കൂറായി കുറയ്ക്കും. കൂടുതൽ പേർക്ക് ബുക്കിംഗ് സൗകര്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. നിശ്ചിത സമയത്തിനകം പണമടയ്ക്കാത്ത പക്ഷം ബുക്കിംഗുകൾ സ്വയമേ റദ്ദാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ്കാപ്പ് വഴിയോ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ആണ് രജിസ്റ്റർ നടപടികൾ പൂർത്തിയാക്കേണ്ടത്. ഇതിനായി പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള വ്യത്യസ്ത ഹജ്ജ് സർവീസ് കമ്പനികളെ നേരിട്ട് തെരഞ്ഞെടുക്കാം. വിവിധ കമ്പനികൾക്ക് വ്യത്യസ്തമാണ് പാക്കേജ് തുകകൾ. പാക്കേജുകൾ തെരഞ്ഞെടുത്ത് സദാത്ത് പേയ്മെന്റ് സംവിധാനം വഴി ഫീസ് അടയ്ക്കണം. ഇതോടെ പെർമിറ്റ് നടപടികൾ പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് 1966 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മീഡിയ 1 മക്ക. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒമാൻ വിദേശകാര്യമന്ത്രി മസ്കത്തിൽ ഉന്നതതല നയതന്ത്ര യോഗം വിളിച്ചു. യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളല്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക, ബ്രസീൽ, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള അംബാസിഡർമാരുൾപ്പെടെയുള്ളവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്ന് അറബ് ലീഗ് കൌൺസിലിന്റെ മന്ത്രിതല യോഗത്തിൽ ഒമാൻ പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാൻ ആഗോള സമ്മർദ്ദം വേണമെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി പറഞ്ഞു. മസ്കത്തിൽ വിളിച്ചേർത്ത ഉന്നതതല നയതന്ത്ര യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ അന്താരാഷ്ട്ര പ്രതിനിധികൾ പങ്കെടുത്തു. യൂറോപ്യൻ യൂണിയൻ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക, ബ്രസീൽ, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള അംബാസഡർമാരുൾപ്പെടെയുള്ളവരാണ് പങ്കെടുത്തത്. യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയിലെ പ്രത്യാഘാതങ്ങൾ പരിഹരിക്കാനുമുള്ള രാഷ്ട്രീയവും നയതന്ത്രപരമായ സമ്മർദ്ദം ശക്തമാക്കണമെന്നാണ് സെയ്ദ് ബദർ പറഞ്ഞത്. നിലവിലെ സാഹചര്യം മേഖലയിലെ ജനങ്ങളുടെ സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും മുമ്പൊരിക്കലും ഇല്ലാത്ത വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെന്നും ഏകോപിത അന്താരാഷ്ട്ര നടപടി ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതേസമയം മേഖലയെ സമാധാനത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തണമെന്നും ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്നും അറബ് ലീഗ് കൗൺസിലിൻ്റെ അസാധാരണ മന്ത്രിതല യോഗത്തിൽ അഭിപ്രായമുയർന്നു. മിഡിൽ ഈസ്റ്റിലുടനീളം സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നിലപാടുകൾ ഏകോപിപ്പിക്കുന്നതിനുമായി അറബ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം വിളിച്ചത്. മീഡിയ 1 മസ്കത്ത്. ഗൾഫും പ്രവാസികളും എല്ലാ പ്രതിസന്ധികളെയും എളുപ്പം അതിജീവിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി. 52 വർഷത്തെ തന്റെ പ്രവാസ ജീവിതം നൽകിയ പാഠമതാണ്. ദുബായ് ഖവാനേജ് ഗേറ്റിൽ മതകാര്യ വകുപ്പുമായി സഹകരിച്ച് നിർമ്മിച്ച ലുലു എക്സ്പ്രസ് സ്റ്റോറിന്റെ ഉദ്ഘാടന ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ 52 കൊല്ലമായല്ലോ. ഞാൻ ഗൾഫ് യുദ്ധം കണ്ടു, പെട്രോൾ 120 കണ്ടു, പെട്രോൾ 30 കണ്ടു, കൊറോണ കണ്ടു. ഈ സിറ്റുവേഷൻ നമ്മൾ തരണം ചെയ്തു. സാമ്പത്തിക മാന്ദ്യം, ഫൈനാൻഷ്യൽ ക്രൈസിസ് കണ്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടവരാണ് അന്ന്. എന്നിട്ടും ഈ രാജ്യങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. അവരുടെ ഡെവലപ്മെന്റ് ഡെയിലി വർദ്ധിക്കുക എന്നല്ല, റിയൽ എസ്റ്റേറ്റിന്റെ വില കൂടുക എന്നല്ലാതെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ആ അഷ്വറൻസിന് ഞാൻ കൊടുത്തു. ഗൾഫിൽ ഭക്ഷ്യോൽപ്പന്ന ലഭ്യത ഉറപ്പാക്കാൻ 2 ചാർട്ടേഡ് വിമാനങ്ങളിൽ 80 ടൺ പഴങ്ങളും പച്ചക്കറികളും UAE എത്തിച്ചിട്ടുണ്ടെന്ന് യൂസഫ് അലി പറഞ്ഞു. ദുബായ് ഔക്കാഫുമായി സഹകരിച്ച് നടപ്പാക്കുന്ന 16 പദ്ധതികളിലെ ആദ്യത്തേതാണ് ഇന്ന് ഖവാനേജ് ഗേറ്റിൽ തുറന്നത്. ദുബായ് ഔക്കാഫ് ചെയർമാൻ ഈസ അബ്ദുള്ള അൽ ഹുറൈർ പുതിയ ലുലു എക്സ്പ്രസ് സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദുബൈയിലെ ആരാധനാലയങ്ങളുടെ പരിപാലനം ലക്ഷ്യമിട്ടാണ് പദ്ധതിയെന്ന് ഔക്കാഫ് പ്രതിനിധികൾ പറഞ്ഞു. Today is commemorating a very important day for the Awqaf Dubai, because this is the first shopping center we are building to accommodate for maintenance of masjids in the Emirates of Dubai. ഔക്കാഫ് ദുബായ് സെക്രട്ടറി ജനറൽ അലി മുഹമ്മദ് അൽ മുത്തവയും ഉദ്ഘാടന ചടങ്ങിനെത്തിയിരുന്നു. മീഡിയ 1 ദുബായ്. ഷാർജയിലെ സ്പൈസസ് വിപണന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ അൽ അറബ ഫോർമിലിന്റെ പുതിയ ബ്രാഞ്ച് തുറന്നു. ഷാർജ അൽ നഹദയിൽ തുറന്ന പുതിയ ശാഖ പാണക്കാട് അസീൽ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അൽ അറബ ഫ്ലവർ മിൽസിന്റെ 15ാം വാർഷികത്തിലാണ് ഷാർജയ്ക്കും ദുബൈക്കുമിടയിലെ താമസ മേഖലയായ അൽ നഹദയിൽ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത്. 10ാമത്തെ ബ്രാഞ്ച് പാണക്കാട് അസീൽ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മികച്ച നിലവാരമുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഉപഭോക്താക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ പുലർത്തിയ ശ്രദ്ധയാണ്
അല്ലർബ ഫ്ലോർ മിൽസിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചതെന്ന് സ്ഥാപനത്തിന്റെ പാർട്ണറായ ഷാനവാസ് എളോറക്കി പറഞ്ഞു. 2011 ഒരു ചെറിയ സ്ഥാപനത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ 15 വർഷങ്ങൾക്കിപ്പുറം നമ്മളെ 10ാമത്തെ ബ്രാഞ്ചാണ് ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഓരോ പുതിയ ബ്രാഞ്ചുകൾ ഉദ്ഘാടനം ചെയ്യുമ്പോഴും പുതുതായിട്ടുള്ള മാർക്കറ്റിലെ അപ്ഡേഷനുകൾ നിലനിർത്താനും അതേപോലെ ഭക്ഷ്യവസ്തുക്കളുടെ ക്വാളിറ്റി നിലനിർത്താനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളെ കസ്റ്റമേഴ്സ് തന്നെയാണ് ഞങ്ങളെ ഈ ഒരു നിലയിൽ എത്തിച്ചത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിലവിൽ ഷാർജയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം 2030ഓടെ ദുബൈയിലേക്കും അബുദാബിയിലേക്കും മറ്റ് വടക്കൻ എമിറേറ്റുകളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് പാർട്ണറായ ദിലീപ് കക്കാട് പറഞ്ഞു. ഷാർജയിലാണ് എല്ലാ ബ്രാഞ്ചുകളും ഇപ്പോൾ ഉള്ളത്. നമ്മൾ ദുബായിലേക്കുള്ള പ്ലാനിങ് അടുത്ത കാൽവെപ്പ് നമ്മൾ ദുബായിലേക്കാണ്. പിന്നെ നോർത്തേൺ എമിറേറ്റ്സിലേക്കും പിന്നീട് വ്യാപിപ്പിക്കാനുള്ള പരിപാടി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു പ്രൊഡക്ഷനും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഉദ്ദേശമുണ്ട്. പാർട്ണർമാരായ ഹംസ കുയ്യന, ഷെരീഫ് പിലാത്തോട്ടത്തിൽ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 ഷാർജ. കേരളത്തിലേക്കടക്കം കൂടുതൽ വിമാന സർവീസുകൾ പ്രഖ്യാപിച്ച് ഖത്തർ എയർവേസ്. കൊച്ചിയിലേക്കാണ് വിമാനം. ഇന്ത്യയിൽ ന്യൂഡൽഹി, മുംബൈ നഗരങ്ങളിലേക്കും സർവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിമിതമായ സർവീസുകളാണ് ഉണ്ടാവുക. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അബ്ബാസ്, ഏത് രീതിയിലാണ് വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്? അനീഷ, ഇന്ന് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു പകൽ എന്ന് വേണം പറയാൻ. ഇന്ന് ഇതുവരെ ആക്രമണങ്ങളൊന്നും കഴിഞ്ഞ 24 മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഖത്തർ എയർവേസ് ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് സർവീസുകൾ, വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത്. അത് വളരെ പരിമിതമായ അളവിൽ മാത്രമാണ് എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നാളെ മാർച്ച് 9-നും മാർച്ച് 10-നും ദോഹയിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്കും അതുപോലെ ദോഹയിലേക്ക് തിരിച്ചു വിമാന സർവീസുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് കൊച്ചിയിൽ 10-ാം തീയതി കൊച്ചിയിലേക്ക് കൂടി ദോഹയിൽ നിന്ന് ഖത്തർ എയർവേസ് സർവീസ് നടത്തുന്നുണ്ട്. അതേപോലെ കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്കും തിരിച്ച് സർവീസുകളുമുണ്ട്. അതേപോലെ ഇന്ത്യയിൽ ഡൽഹി അതുപോലെ മുംബൈ നഗരങ്ങളിൽ കൂടി സർവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മോസ്കോ, ലണ്ടൻ, മാഡ്രിഡ്, ഇസ്ലാമാബാദ്, ബീജിംഗ് അടക്കമുള്ള ലോകത്തിന്റെ വിവിധ നഗരങ്ങളിൽ കൂടി ഖത്തർ എയർവേസ് അതിന്റെ സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് ഒരു ലിമിറ്റഡ് ആയിട്ട് ഒരു ദുരിതാശ്വാസ കോറിഡോർ എന്ന നിലക്ക് മാത്രമാണ് നിലവിൽ സർവീസുകൾ പുനരാരംഭിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള വാണിജ്യ സർവീസുകൾ ആരംഭിച്ചിട്ടില്ല എന്ന് ഖത്തർ എയർവേസ് പ്രത്യേകം അറിയിക്കുന്നു. ഇതോടൊപ്പം ഈ കൺഫേം ടിക്കറ്റുള്ള ആളുകൾ ഏതെങ്കിലും സാഹചര്യത്തിൽ വിമാനത്താവളത്തിലേക്ക് വിമാന കമ്പനികളുടെ അറിയിപ്പില്ലാതെ പുറപ്പെടരുത് എന്നും ഖത്തർ എയർവേസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഒന്നുകൂടി മനസ്സിലാക്കണം, പ്രേക്ഷകർ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള വാണിജ്യ സർവീസ് ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. എന്നാൽ ദുരിതാശ്വാസ കോറിഡോർ എന്നുള്ള രീതിയിൽ മാത്രമാണ് നിലവിൽ ഈ വിമാന സർവീസുകൾ നടത്തുക. അത് കേരളത്തിലേക്ക് കൂടി ഈ സർവീസുകൾ ഉണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വരുന്ന അടുത്ത അപ്ഡേറ്റ് നാളെ രാവിലെ 9 മണിക്ക് ഉണ്ടാകുമെന്നും ഖത്തർ എയർവേസ് അറിയിച്ചിട്ടുണ്ട്. അനീഷ. അബ്ബാസ്, ഒരു കാര്യം കൂടി, മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഖത്തറിലെ സാഹചര്യം എങ്ങനെയായിരുന്നു ഇന്ന്? അനീഷ, കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒരു ആക്രമണം പോലും ഖത്തറിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് വളരെ ആശ്വാസകരമാണ്. ഒരു 24 മണിക്കൂർ മുമ്പ് 20 മണിക്കൂർ മുമ്പ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പ് പ്രകാരം 10 ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ 2 ക്രൂസ് മിസൈലുകളും ഈ രാജ്യത്തെ ലക്ഷ്യമാക്കി വന്നിരുന്നു. അതിൽ സക്സസ്ഫുൾ ആയിട്ട് 6 ബാലിസ്റ്റിക് മിസൈലുകളെയും അതുപോലെ തന്നെ 6 ബാലിസ്റ്റിക് മിസൈലുകളെ വിജയകരമായി ഇന്റർസെപ്റ്റ് ചെയ്തുവെന്നും 2 ബാലിസ്റ്റിക് മിസൈലുകൾ ഖത്തറിന്റെ വാട്ടറിൽ കടലിൽ പതിച്ചുവെന്നും ഈ ഡിഫൻസ് മിനിസ്റ്ററുടെ വാർത്താക്കുറിപ്പുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ 2 ക്രൂസ് മിസൈലുകളെയും ഇവിടുത്തെ സായുധ സേന ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുള്ള വാർത്താക്കുറിപ്പിൽ അവർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇതൊഴിച്ചു നിർത്തിയാൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒരു തരത്തിലുള്ള ആക്രമണവും ഇങ്ങോട്ട് ഉണ്ടായിട്ടില്ല എന്നത് എടുത്തു പറയണം. ഈ ആക്രമണം, ഇറാന്റെ ആക്രമണം നേരിടുന്ന 9ാമത്തെ ദിവസമാണിത്. വളരെ ആശ്വാസകരമായ പകൽ എന്ന് പറയാം. ഈ രാത്രി എന്ത് സംഭവിക്കുന്ന കാര്യത്തിൽ നിശ്ചയമില്ല എങ്കിൽ പോലും ആളുകൾ വളരെ സാധാരണഗതിയിലുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. എല്ലാവരും ഇതിന്റെ ഒരു ആശ്വാസത്തിലും സമാധാനത്തിലുമാണ്. അനീഷ. ശരി, അബ്ബാസാണ് വിവരങ്ങൾ നൽകിയത്.